CPIM-ൽ തമ്മിലടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇരുധ്രുവത്തിലാണ്. മുഖ്യമന്ത്രി മാറണമെന്നാണ് CPI ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ ആരെങ്കിലുമൊക്കെ ധൈര്യം കാണിക്കുന്നതിൽ സന്തോഷമുണ്ട്. പോരാളി ഷാജി ഒരു പ്രധാന CPIM നേതാവിന്റെ സംവിധാനമാണ് എന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. CPM നേരിടുന്നത് ഡീജനറേഷനാണ്, ജീർണതയാണ്. ആ ജീർണത ആണ് നേതാക്കന്മാർ തമ്മിലുള്ള പോരാണി കാണുന്നത്. ഈ പോരാളി ഷാജി ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ സംവിധാനമാണ്, സോഷ്യൽ മീഡിയ സംവിധാനമാണ്. എം.വി. ഗോവിന്ദൻ പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും ഇരുധ്രുവങ്ങളിലാണ് അവർ നിന്ന് സംസാരിച്ചത്, ഇരുധ്രുവങ്ങളിൽ. അലി അക്ബർ ഷാ വിവരങ്ങളുമായി. അലി, എന്താണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും രണ്ട് തട്ടിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് അദ്ദേഹം അത് വിശദീകരിക്കുന്നത്? സ്മൃതി പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ CPM വലിയ ജീർണതയിലേക്കാണ് പോകുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഈ പരാജയത്തിന്റെ ശേഷം ഈ CPM-ന്റെ മുതിർന്ന നേതാക്കൾ തമ്മിൽ തന്നെ വലിയ രീതിയിൽ തമ്മിലടി നടക്കുകയാണ്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തമ്മിൽ പറയുന്നതിനൊരു ബന്ധവുമില്ല. പാർട്ടി സംവിധാനവും മുഖ്യമന്ത്രി സർക്കാരും രണ്ട് ധ്രുവങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. സഭയിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ നേർവിപരീതമാണ് പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദൻ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതുപോലെ തന്നെ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ തർക്കത്തിൽ പോരാളി ഷാജി എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് CPM-ന്റെ ഒരു പ്രധാന നേതാവിന്റെ ഓൺലൈൻ സംവിധാനമാണ്. അതുപോലെ മറ്റ് പ്രധാന നേതാക്കൾക്കെല്ലാം പല പേരുകളിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ ഗ്രൂപ്പുകളുണ്ട്. ഇത്രയും കാലം കോൺഗ്രസിനെതിരെയും താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയും ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയായിരുന്നു. ഇപ്പോൾ എന്നിട്ട് അവർ തന്നെ തമ്മിലടിക്കുകയാണ്. ഇത് CPM-നുള്ളിൽ നടക്കുന്ന വലിയ പോരാണ് കാണിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ മുഖ്യമന്ത്രിക്കെതിരെ ചില നിലപാടുകൾ സ്വീകരിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇത് പാർട്ടി ഘടകങ്ങൾക്ക് തന്നെ മുഖ്യമന്ത്രി മാറണം, അല്ലെങ്കിൽ ഈ സർക്കാർ സംവിധാനം തെറ്റാണ് എന്ന ഒരു അറിവ് വന്നിരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ വിമർശനങ്ങളാണ് പ്രധാനമായും വി.ഡി. സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ നടത്തിയത്. അതുപോലെ തന്നെ ഈ തൃശ്ശൂരിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ഈ പുതിയ DCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തൃശ്ശൂരിലെ എല്ലാ പ്രതിസന്ധികളും ഉടൻ തന്നെ പരിഹരിക്കും എന്നുള്ളതാണ്. വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊന്നും ഈ ഘട്ടത്തിലും നടന്നിട്ടില്ല. ഈ രാഹുൽ ഗാന്ധി ഒരു നിലപാട് ഇതുവരെയും എടുക്കാത്ത സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊന്നും ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും രൂക്ഷമായ വിമർശനമാണ് സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ പ്രധാനമായും മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പ്രതികരിച്ചു. ലൈഫ് ഭവന പദ്ധതി വലിയ താറുമാറായി കിടക്കുന്ന സാഹചര്യമാണ്. സർക്കാർ നടത്തുന്ന ഈ ഭവന നിർമ്മാണ പദ്ധതി താറുമാറായ ഘട്ടത്തിൽ ഈ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ പദ്ധതിയൊക്കെ മാത്രമാണ് ഇപ്പോൾ സാധാരണക്കാർക്ക് ഒരു പ്രതീക്ഷയെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര വിമർശനം, പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള കലാപം നടക്കുകയാണെന്ന നിലയിലുള്ള തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്. അലി അക്ബർ ഷാ ആണ് വിവരങ്ങൾ നൽകിയത്.